യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നീ എന്നോട് കാരണം ചോദിക്കാൻ വന്നതാണോ? നിന്നോട് ഞാൻ മുമ്പേ പറഞ്ഞു, നീ എനിക്കാളല്ല. പക്ഷേ താങ്കൾ എന്റെ വീട്ടിൽ കയറി വന്ന് ആർക്കും മനസ്സിലാത്ത കുറെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് പോയാൽ അതെന്താണെന്ന് ചോദിക്കാൻ കുടുംബത്തിൽ പറഞ്ഞ ആണെടുത്തനാണെങ്കിൽ വന്ന് നിങ്ങളെ കണ്ടിരിക്കും. ഓ, നീ വരൂന്ന് എനിക്ക് അറിയാവുന്നതാ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സാവുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും എന്നെ കൂടെ സംബന്ധിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് എനിക്കത് അറിഞ്ഞേ പറ്റുള്ളൂ. അത് അറിയാനുള്ള അവകാശം എനിക്കുണ്ട്. അല്ലെങ്കിൽ താൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇനി എന്റെ മനസ്സിൽ കിടന്നങ്ങ പൊള്ളും. ഒരു പൊള്ളലും ഉണ്ടായിട്ടല്ല നീ ഇവിടെ വന്നെന്ന് എനിക്കറിയാം. നിനക്ക് ഭയമാണ്. നിനക്കും നിന്റെ കുടുംബത്തിനും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നുള്ള ഭയം, കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടുമെന്നുള്ള ഭയമുണ്ടല്ലോ. അപ്പൊ നീ വിചാരിക്കും അന്ന് ഞാൻ വന്ന് ഷോ കാണിച്ചത് എന്റെ ഭയം കൊണ്ടാണ്. എന്നാ കേട്ടോ, കയ്യിൽ എന്തെങ്കിലും നഷ്ടപ്പെടാനുള്ളവനെ ഭയമുള്ളതാ. എന്റെ കയ്യിൽ നഷ്ടപ്പെടാൻ ഒരു ചുക്കുമില്ല. നഷ്ടപ്പെടാൻ പോകുന്നത് മുഴുവൻ നിനക്കും നിന്റെ കുടുംബത്തിലാടാ. കമ്മീഷണറെ, ഇവിടെ ഒരു ക്ലാഷ് ഉണ്ടാക്കണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല. കേട്ടല്ലോ, ഇത് വീടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഒരു ക്ലാഷ് ഉണ്ടാക്കിയിട്ട് നമുക്ക് രണ്ടുപേർക്കും ഗുണം ചെയ്യില്ല. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പറയേണ്ട രീതിയിൽ പറഞ്ഞു കഴിഞ്ഞ് നമുക്ക് ഈ മീറ്റിംഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. കാരണം നിന്റെ അത്രയും തരം താഴ്ന്നവനല്ലടാ ഞാൻ. എനിക്കതൊന്നും നിന്നെ ബോധിപ്പിക്കാൻ സൗകര്യമില്ല. നീ ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാൽ ചെയ്യണം. ബോധ്യപ്പെടുത്താൻ സൗകര്യം ഉണ്ടാവണം. ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അറിയാ, ഒരു പരിധി കഴിഞ്ഞ് ആരെയൊന്നും പറഞ്ഞു മനസ്സിലാക്കാനോ പിടിച്ചു വാങ്ങാനോ നിൽക്കരുത്. അത് ബുദ്ധിയില്ലായ്മയാണ്. വിവേകശാലികൾ അതിന് മുതിരില്ല. നിന്റെ സംശയങ്ങൾക്കുള്ള ഉത്തരം കാലം തെളിയിച്ചോളൂടാ. പറയുന്നൊന്ന് കേൾക്കണോ? ഇറങ്ങി പോടാ. സാറേ, വെറുതെ ഒരു സീൻ ഉണ്ടാക്കരുത്. എനിക്ക് വേറെ നിവൃത്തിയില്ല. പറയാതെ എന്തായാലും ഞാൻ ഇവിടുന്ന് പോവില്ല. നിന്നെ പറഞ്ഞുവിടാ, എനിക്കറിയണം. ഈ തോക്ക് നീ എനിക്ക് നേരെ ചൂണ്ടിട്ട് പറഞ്ഞത് ഓർക്കുന്നില്ലടാ. അതേ എനിക്കും പറയാനുള്ളൂ. പൂജ എന്റെ ഭാര്യയാടാ. അവളുടെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത്. അത് താൻ കാരണം ഒരിക്കലും എനിക്ക് നഷ്ടപ്പെട്ടത്.